തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലെ ട്രോമ ഇമേജിംഗ് ബ്ലോക്കിൽ പുതിയ MRI മെഷീൻ സ്ഥാപിക്കുന്നതായി സേവ്യർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. റേഡിയോ ഡയഗ്നോസിസ് വിഭാഗത്തിന് കീഴിൽ 10 കോടി രൂപ ചെലവഴിച്ച് സ്ഥാപിക്കുന്ന പുതിയ 1.5 ടെസ്ല MRI സ്കാൻ മെഷീൻ മെഡിക്കൽ കോളേജിലെത്തിച്ചു. നിലവിൽ HLL എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു MRI സ്കാൻ മെഷീനും നെഞ്ചുരോഗ ആശുപത്രിയിൽ ഒരു MRI സ്കാൻ മെഷീനുമാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. പുതിയ MRI മെഷീൻ കൂടി പ്രവർത്തനക്ഷമം ആകുന്നതോടെ കൂടുതൽ MRI പരിശോധനകൾ നടത്താനും പരിശോധനയ്ക്കായുള്ള രോഗികളുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും സാധിക്കും. അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികൾക്ക് ട്രോമ ഇമേജിംഗ് ബ്ലോക്കിൽ തന്നെ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാൻ, CT സ്കാൻ എന്നിവയോടൊപ്പം ഇനി MRI സ്കാനും കൂടി ലഭ്യമാകുന്നതോടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമുള്ള കാലതാമസം കുറയ്ക്കാനാകും. പോസ്റ്റ് ഗ്രാജുവേറ്റ് പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കും റേഡിയോളജി ടെക്നീഷ്യൻ കോഴ്സ് വിദ്യാർത്ഥികൾക്കും MRI സ്കാനിൽ നേരിട്ടുള്ള പ്രവൃത്തി പരിചയം ലഭിക്കുന്നതിനും പുതിയ സ്കാനിംഗ് മെഷീന്റെ ലഭ്യത സഹായകമാകും. ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടെ മെഡിക്കൽ കോളേജിലെ റേഡിയോ ഡയഗ്നോസിസ് വിഭാഗം സമഗ്രമായ പുരോഗതിയാണ് കൈവരിച്ചത്. അത്യാഹിത വിഭാഗത്തിലും ചെസ്റ്റ് ഹോസ്പിറ്റലുമായി 2 പുതിയ MRI സ്കാനിംഗ് മെഷീനുകൾ 5 വർഷത്തിനിടെ സ്ഥാപിച്ചു. 128 സ്ലൈസ് CT സ്കാനറുകൾ 2 ഒരു പുതിയ എക്സ്റേ മെഷീനും പുതുതായി മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ചതും ഈ 5 വർഷ കാലയളവിനിടെയാണ്. 2025-26 സാമ്പത്തിക വർഷത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ മൂലധന പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് അത്യാധുനിക MRI സ്കാനിംഗ് മെഷീൻ സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപ അനുവദിച്ചത്. വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിരുന്നു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സീമെൻസ് ഹെൽത്തിനിയേഴ്സ് കമ്പനിയുടെ MRI സ്കാനിംഗ് മെഷീൻ ഇൻസ്റ്റലേഷനോടൊപ്പം മെഷീൻ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. പുതിയ MRI സ്കാനിംഗ് സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA പറഞ്ഞു.